നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് റിഡക്ഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ന്യൂക്ലിയോഫിലിക് അഡീഷൻ നോക്കി. ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ നോക്കി. അതാണ് അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് അമോണിയ ഡെറിവേറ്റീവ്സ്. ഇനി അടുത്ത റിയാക്ഷനാണ് നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് റിഡക്ഷൻ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ എടുക്കുന്നത് എന്താണ്? ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസിന്റെ റിഡക്ഷൻ റിയാക്ഷൻ ആണ് നോക്കുന്നത്. ആൽഡിഹൈഡ് ഓർ കീറ്റോൺസ്. ഈ ആൽഡിഹൈഡ്സും കീറ്റോൺസിനും റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പല പല റെഡ്യൂസിങ് ഏജൻസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ആദ്യത്തെ ഒരു റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം. ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം അല്ലെങ്കിൽ എന്താവാം, പ്ലാറ്റിനം ആകാം, അല്ലെങ്കിൽ നിക്കൽ ആവാം. ഇതൊക്കെ ഹൈഡ്രജന്റെ പ്രസൻസിൽ, ഒരു മെറ്റലിന്റെ പ്രസൻസിലുള്ള റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഇനി അടുത്തൊരു റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നതാണ് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്, NiAlH4, ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഇനി അടുത്തൊരു റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് സോഡിയം ബോറോഹൈഡ്രൈഡ്, NaBH4, സോഡിയം ബോറോഹൈഡ്രൈഡ്. ഇനി അതുപോലെ വേറൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് എത്തനോൾ. സോഡിയം ഇൻ പ്രസൻസ് ഓഫ് എത്തനോൾ. ഈ എല്ലാ റെഡ്യൂസിങ് ഏജന്റും ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ, ഇത് ഏതും, അല്ലെങ്കിൽ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോഹൈഡ്രൈഡ്, സോഡിയം ഇൻ പ്രസൻസ് ഓഫ് എത്തനോൾ, ഇതൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ എല്ലാ കോമ്പൗണ്ട്സും ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും റെഡ്യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആൽക്കഹോൾസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. എന്താ നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? കറസ്പോണ്ടിങ് ആൽക്കഹോൾ വിൽ ബി ഫോംഡ് ആസ് ദ പ്രോഡക്റ്റ്. കറസ്പോണ്ടിങ് ആൽക്കഹോൾ ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. ഇനി ഇതല്ല, വേറെ റെഡ്യൂസിങ് ഏജന്റ് ആണ് സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl. ഇൻ പ്രസൻസ് ഓഫ് HCl, സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് HCl. അല്ലെങ്കിൽ അടുത്ത റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നതാണ് ഹൈഡ്രസീൻ. നമ്മൾ നേരത്തെ നോക്കിയതാണ് ഹൈഡ്രസീൻ, NH2. ഹൈഡ്രസീൻ ഇൻ പ്രസൻസ് ഓഫ് KOH, ബേസിക് മീഡിയത്തിലാണ്. ഹൈഡ്രസീൻ ഇൻ പ്രസൻസ് ഓഫ് KOH ആൻഡ് ഗ്ലിസറോൾ. ഹൈഡ്രസീൻ ഇൻ പ്രസൻസ് ഓഫ് KOH ആൻഡ് ഗ്ലിസറോൾ. ഓക്കെ, അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അടുത്തൊരു ടൈപ്പ് റിയാക്ഷൻ എന്ന് പറയുന്നത് അടുത്ത ടൈപ്പ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ഹൈഡ്രജൻ അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ഈ എല്ലാ റെഡ്യൂസിങ് ഏജന്റും ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? ആൽക്കെയിൻ വിൽ ബി ഫോംഡ് ആസ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഈ റെഡ്യൂസിങ് ഏജന്റ്സ് ഒക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ ആൽക്കെയിൻ ഫോം ചെയ്യും. അല്ല, ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം, ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോഹൈഡ്രൈഡ്, സോഡിയം ഇൻ പ്രസൻസ് ഓഫ് എത്തനോൾ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആൽക്കഹോൾ ഫോം ചെയ്യും. ഇനി അതല്ല, സിങ്ക് അമാൽഗം HCl, ഇത് ഒരു നെയിംഡ് റിയാക്ഷൻ ആണ്. സിങ്ക് അമാൽഗം HClന്റെ പ്രസൻസിലുള്ള റിയാക്ഷൻ ആണ് ക്ലെമൻസൺ റിഡക്ഷൻ എന്നാണ് അതിന് പറയുക. അതുപോലെ സോഡിയം ഹൈഡ്രസൻ ഇൻ പ്രസൻസ് ഓഫ് KOH ആൻഡ് എത്തനോൾ ആണ് വുൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയുന്നത്. വുൾഫ് കിഷ്ണർ റിഡക്ഷൻ. ഓക്കെ, അതുപോലെ ഹൈഡ്രജൻ അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ഇതൊക്കെ ഈ റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രസൻസിലാണ് റിഡക്ഷൻ നടത്തണമെങ്കിൽ ആൽക്കെയിൻ ഫോം ചെയ്യും. ഇപ്പം ഇവിടെ എന്താ നടക്കുന്നത്? നമ്മുടെ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ എന്ന് പറയുന്നതിൽ ഡബിൾ ബോണ്ട് O ഉണ്ട് അല്ലേ? കാർബണിയൽ കോമ്പൗണ്ട്സ് ആണ്. ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ കേസിൽ ഇതൊക്കെ വീക്ക് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് ആണ്. വളരെ വീക്ക് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് ആണ്. ഈ വീക്ക് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസിന്റെ പ്രസൻസിൽ എന്തുണ്ടാവും? ഇത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെയും ഹൈഡ്രജൻ വരും. അപ്പം എന്താ നമ്മൾ ഫോം ചെയ്യണത്? ആൽക്കഹോൾ ആണ് ഫോം ചെയ്യണത്.
ഇനി അതായത് ഈ ഒരു കേസിൽ വീക്ക് റെഡ്യൂസിങ് ഏജൻസിന്റെ പ്രസൻസിലാണെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്കും ഹൈഡ്രജൻ ആഡ് ചെയ്യാണ് ചെയ്യുക. ഇവിടെയും ഹൈഡ്രജൻ ആഡ് ചെയ്യും, ഇവിടെയും ഹൈഡ്രജൻ ആഡ് ചെയ്യും. അപ്പോൾ കറസ്പോണ്ടിങ് ആൽക്കഹോൾസ് ഫോം ചെയ്യും. ഇനി ഈ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രസൻസിൽ എന്താണ്? ഈ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രസൻസിൽ ഇവിടേക്കും അതേ ഹൈഡ്രജൻ ആഡ് ചെയ്യും, ഇവിടെ ഈ ഓക്സിജനെ എലിമിനേറ്റ് ചെയ്തിട്ട് അവിടേക്കും ഹൈഡ്രജൻ വരും. ഓക്കെ, ഇവിടെ ഓക്സിജനെ എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ വീണ്ടും ഹൈഡ്രജൻ ആഡ് ചെയ്യും. അതായത് O ആണ്, ഈ ഓക്സിജൻ മൊത്തം പോവും, അവിടേക്ക് ഹൈഡ്രജൻ വരും, ഇവിടേക്കും ഹൈഡ്രജൻ വരും. അപ്പോൾ കറസ്പോണ്ടിങ് ആൽക്കെയിൻ ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ലാർജ് നമ്പർ ഓഫ് റെഡ്യൂസിങ് ഏജൻസ് ക്യാൻ ബി യൂസ്ഡ്. അതായത് ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും റെഡ്യൂസ് ചെയ്യാൻ കുറേ റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിക്കാം. അതിൽ കുറച്ചെണ്ണമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം, അല്ലെങ്കിൽ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോഹൈഡ്രൈഡ്, സോഡിയം ഇൻ പ്രസൻസ് ഓഫ് എത്തനോൾ, എല്ലാം വീക്ക് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. കറസ്പോണ്ടിങ് ആൽക്കഹോൾസ് ആണ് ഫോം ചെയ്യുക. അതായത് സി ഡബിൾ ബോണ്ട് ഓയിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്കും ഹൈഡ്രജൻ ആഡ് ചെയ്യും. റിഡക്ഷൻ ആണല്ലോ, ഹൈഡ്രജൻ ആഡ് ചെയ്യും. ഇനി സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസിന്റെ പ്രസൻസിൽ ആദ്യത്തെ ടൈപ്പ് റിയാക്ഷൻ ആണ് ക്ലെമൻസൺ റിഡക്ഷൻ, സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് HCl. രണ്ടാമത്തെ റിഡക്ഷൻ ആണ് വുൾഫ് കിഷ്ണർ റിഡക്ഷൻ, ഹൈഡ്രസീൻ ഇൻ പ്രസൻസ് ഓഫ് KOH, ഒരു ബേസിക് മീഡിയത്തിന്റെ പ്രസൻസിൽ, ആൻഡ് ഗ്ലിസറോൾ. അപ്പോൾ അവിടെ വുൾഫ് കിഷ്ണർ റിഡക്ഷൻ നടക്കും. ഇനി അതുപോലെ തന്നെ ഹൈഡ്രജൻ അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ഇതൊക്കെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് ആണ്. അവിടെ ഓക്സിജനെ കൂടെ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ്, അവിടേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യും, നമ്മുടെ ആൽക്കെയിൻ ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. ഓക്കെ, ഇനി നമുക്കതൊന്ന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എങ്ങനെയാണ് ഓരോ റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രസൻസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർമാൽഡിഹൈഡ് HC ഡബിൾ ബോണ്ട് OH. ഈ ഫോർമാൽഡിഹൈഡിലേക്ക് നമ്മൾ ഇതേപോലെ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡോ സോഡിയം ബോറോഹൈഡ്രൈഡോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും റെഡ്യൂസിങ് ഏജൻസ്, ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സോഡിയം ബോറോഹൈഡ്രൈഡ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ആവാം. അങ്ങനെ ഏത് റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രസൻസിൽ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാലും എന്താ ഉണ്ടാവുക? HCH ഈ ഡബിൾ ബോണ്ട് ഓയിലത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടേക്ക് ഹൈഡ്രജൻ വരും, ഇപ്പുറത്തും ഒരു ഹൈഡ്രജൻ വരും. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്? CH3OH. പ്രോഡക്റ്റ് എന്താ? CH3OH. അതായത് മെത്തനോൾ വിൽ ബി ഫോംഡ് ആസ് ദ പ്രോഡക്റ്റ്. അതായത് ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. പ്രൈമറി ആൽക്കഹോൾ ആണ് നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇനി ഇതിന് പകരം ഇതിൻ്റെ തൊട്ട് ഹയർ മെമ്പർ CH3 C ഡബിൾ ബോണ്ട് OH, അസറ്റാൽഡിഹൈഡ് ആണ് എടുത്തതെന്ന് വെക്കുക. അസറ്റാൽഡിഹൈഡ് ഇതേപോലെ ഈ സെയിം റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രസൻസിൽ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡോ സോഡിയം ബോറോഹൈഡ്രൈഡോ അല്ലെങ്കിൽ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് എത്തനോളോ അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ, അങ്ങനെ ഏതെങ്കിലും റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രസൻസിൽ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഈ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കാം. ഏത് റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രസൻസിൽ നമ്മൾ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാലും എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH3 C ഡബിൾ ബോണ്ട് OH ആണ്. ഇവിടേക്ക് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടേക്ക് ഹൈഡ്രജൻ വരും, ഇപ്പുറത്തെ കാർബണിലേക്കും ഹൈഡ്രജൻ വരും. പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യണത് എന്താണ്? CH3 CH2OH. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കാർബൺ പിന്നീട് ഒരു കാർബണിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു പ്രൈമറി ആൽക്കഹോൾ തന്നെയാണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് പകരം നമ്മളൊരു കീറ്റോൺ എടുത്തു, CH3 C ഡബിൾ ബോണ്ട് OCH3. ഇതെന്താണ്? അസറ്റോൺ ആണ് അല്ലേ? ഈ കീറ്റോണിനെ നമ്മൾ ഇതേപോലെയുള്ള ഏതെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രസൻസിൽ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH3 C ഡബിൾ ബോണ്ട് OCH3 ആണ്. റിഡക്ഷൻ നടക്കുമ്പോൾ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് സോഡിയം ബോറോഹൈഡ്രൈഡ് ഇവിടെ എന്തിൻ്റെങ്കിലും പ്രസൻസിൽ റിഡക്ഷൻ നടക്കുകയാണെങ്കിൽ ഇവിടേക്ക് ഹൈഡ്രജൻ വരും, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, അവിടേക്ക് ഹൈഡ്രജൻ വന്നു, ഇപ്പുറത്തും ഹൈഡ്രജൻ വന്നു. അപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആൽക്കഹോളിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കാർബൺ മറ്റ് രണ്ട് കാർബൺ ആറ്റംസുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് സെക്കൻഡറി ആൽക്കഹോൾ വിൽ ബി ഫോംഡ് ആസ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ആൽഡിഹൈഡ്സ് ഒക്കെ റിയാക്ട് ചെയ്താൽ ആൽഡിഹൈഡ്സിന്റെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ പ്രൈമറി ആൽക്കഹോൾ ഫോം ചെയ്യും.
കീറ്റോൺസിന്റെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ സെക്കൻഡറി ആൽക്കഹോൾസ് ഫോം ചെയ്യും. അപ്പൊ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിച്ചിട്ട് ടെറിഷറി ആൽക്കഹോൾസ് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്. പ്രൈമറി ആൽക്കഹോൾ ആണ് ഫോം ചെയ്യുന്നത് ഫ്രം ആൽഡിഹൈഡ്സ്. ഓക്കെ, സെക്കൻഡറി ആൽക്കഹോൾ വിൽ ബി ഫോംഡ് ഫ്രം കീറ്റോൺസ് and tertiary alcohol cannot be produced using this method. Lithium aluminum hydride, sodium borohydride, sodium in presence of ethanol, അല്ലെങ്കിൽ hydrogen in presence of nickel, അല്ലെങ്കിൽ hydrogen in presence of palladium, ഇതൊക്കെ ആയിട്ട് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാലും നമുക്ക് ടെറിഷറി ആൽക്കഹോൾ കിട്ടുന്നില്ല. ഓക്കെ, ഇനി വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇനി നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് എടുത്തു, അതുപോലെ തന്നെ സോഡിയം ബോറോഹൈഡ്രൈഡ് എടുത്തു. ഇതിലേതാണ് ഒരു ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ഇസ് ദ ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് കമ്പയർഡ് ടു സോഡിയം ബോറോഹൈഡ്രൈഡ്. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എത്ര ഈസി ആയിട്ടാണോ ഹൈഡ്രജനെ കൊടുക്കുന്നത് അതാണ് ഫാസ്റ്റർ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ്. എത്ര ഈസി ആയിട്ടാണോ ഹൈഡ്രജനെ കൊടുക്കുന്നത് അതാണ് ഫാസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് റിഡക്ഷൻ തരണത്, അതാണ് നല്ല റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡിനെയും സോഡിയം ബോറോഹൈഡ്രൈഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ് ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്. അതിന് കാരണം എന്താണെന്ന് നോക്കാം. ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡിൽ അലുമിനിയവും ഹൈഡ്രജനും ബോണ്ടഡ് ആണ്. സോഡിയം ബോറോഹൈഡ്രൈഡ് ആണെങ്കിൽ ബോറോണും ഹൈഡ്രജനും തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബോറോൺ കഴിഞ്ഞിട്ടാണ് അലുമിനിയം വരിക. അപ്പോൾ നമുക്കറിയാം അലുമിനിയത്തിന്റെ സൈസ് എന്ന് പറയുന്നത് കൂടുതലാണ്, ബോറോണിനേക്കാളും അലുമിനിയത്തിന്റെ സൈസ് കൂടുതലാണ്. അപ്പോൾ ഈ ബോണ്ട് എന്ന് പറയുന്നത് അലുമിനിയം ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് വീക്കാണ് കമ്പയർഡ് ടു ബോറോൺ ഹൈഡ്രജൻ ബോണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആ ബോണ്ട് നമുക്ക് എന്താണ് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഈസി ആയിട്ട് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ഹൈഡ്രജനെ കൊടുക്കും. അതുകൊണ്ട് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ് ഗുഡ് ഫാസ്റ്റർ റെഡ്യൂസിങ് ഏജന്റ്. ഫാസ്റ്റ് ആയിട്ട് റിഡക്ഷൻ തരുന്നത് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ്. ഓക്കെ, ഇനി പ്രോഡക്റ്റ് എഴുതണം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. CH3 CH ഡബിൾ ബോണ്ട് CHO. ഓക്കെ, ഇതിനെ റിഡക്ഷൻ നടത്തുകയാണ്. എന്താ നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്? സെയിം കോമ്പൗണ്ട് ആണ്. ഇവിടെ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ, ആദ്യത്തെ കേസ് ഒരു എന്താണ് ഇനേർട്ടായിട്ടുള്ള ഒരു സോൾവെന്റിലെ പ്രസൻസിൽ ഈഥറിന്റെ പ്രസൻസിലൊക്കെയാണ് റിയാക്ഷൻ നടക്കുക. ഇവിടെയാണെങ്കിൽ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്, അല്ലെങ്കിൽ ഇവിടെ അടുത്തത് ഇവിടെ സോഡിയം ബോറോഹൈഡ്രൈഡ്. ഈ എല്ലാ കേസിലും നമ്മുടെ പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളത് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. എ എന്നുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH2OH. രണ്ടാമത്തെ കേസിൽ CH3 CH2 CH2 CH2OH. ഈ രണ്ട് കേസിലും ഇവിടെ എവിടേക്കാണ് എ എന്നുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യുക, എവിടേക്കാണ് ബി എന്നുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡും സോഡിയം ബോറോഹൈഡ്രൈഡും ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ വീക്ക് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പോൾ അത് ഈ കാർബണിയൽ കാർബണെ മാത്രമേ റെഡ്യൂസ് ചെയ്യിക്കുള്ളൂ. ഈ കാർബണിയൽ കാർബണെ മാത്രമേ റെഡ്യൂസ് ചെയ്യിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? CH3 CH ഡബിൾ ബോണ്ട് CH2OH ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. സോഡിയം ബോറോഹൈഡ്രൈഡ് ആണെങ്കിലും സെയിം പ്രോഡക്റ്റ് വിൽ ബി ഫോംഡ്. CH3 CH ഡബിൾ ബോണ്ട് CH2OH. ഓക്കെ, ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കലിന്റെ പ്രസൻസിലാണ് റിഡക്ഷൻ നടത്തണേയെങ്കിൽ ഈ C ഡബിൾ ബോണ്ട് O റെഡ്യൂസ് ചെയ്യിക്കുന്ന പോലെ തന്നെ ഈ ഡബിൾ ബോണ്ടിനെയും റെഡ്യൂസ് ചെയ്യും. ഡബിൾ ബോണ്ടിനെയും അത് റെഡ്യൂസ് ചെയ്യും. അപ്പം എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH3 CH2 CH2 CH2OH. ഓക്കെ,
അപ്പോൾ ആദ്യത്തെ കേസിൽ ബി എന്നുള്ള പ്രോഡക്റ്റും ബാക്കി 2 കേസിലും എ എന്നുള്ള പ്രോഡക്റ്റാണ് ഫോം ചെയ്യുന്നത്. അപ്പം നമുക്ക് ആലോചിക്കേണ്ട ഒരു പോയിന്റ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ആൻഡ് സോഡിയം ബോറോഹൈഡ്രൈഡ്, ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ആയാലും സോഡിയം ബോറോഹൈഡ്രൈഡ് ആയാലും ഇറ്റ് ഡസ് നോട്ട് റിഡ്യൂസ് ഡബിൾ ബോൺസ്. ഡബിൾ ബോൺസിനെ റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റില്ല. ഡബിൾ ബോൺസിനെ റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഓൺലി റെഡ്യൂസ് സി ഡബിൾ ബോണ്ട് ഒ. ഇതിനെ മാത്രമേ റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. വേർ ആസ് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ആണെങ്കിൽ ഡബിൾ ബോണ്ടിനെയും റെഡ്യൂസ് ചെയ്യും, സി ഡബിൾ ബോണ്ടും 2 ബോണ്ടും കാർബണിയൽ ബോണ്ടിനെയും ഡബിൾ ബോണ്ടിനെയും റെഡ്യൂസ് ചെയ്യിക്കാം. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കാണാം. ഓക്കെ, ഇനി വേറൊരു ചോദ്യമാണ് ഇതിൻ്റെ തന്നെ. നൗ അടുത്ത ചോദ്യമാണ് റൈറ്റ് ഡൗൺ ദ പ്രോഡക്റ്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. C6H5 CH ഡബിൾ ബോണ്ട് CH2OH. ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സോഡിയം ബോറോഹൈഡ്രൈഡ്, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജന്റ് ആവും തന്നിട്ടുണ്ടാവുക. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഡക്റ്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു, ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണെങ്കിലും സോഡിയം ബോറോഹൈഡ്രൈഡ് ആണെങ്കിലും എന്തിനെ റെഡ്യൂസ് ചെയ്യിക്കണില്ല? കാർബൺ ഡബിൾ ബോണ്ട് സിയെ റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ നേരത്തെ ഒരു കേസിൽ പഠിച്ചു. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എപ്പോഴാണ് എക്സെപ്ഷൻ? ഈ സി ഡബിൾ ബോണ്ട് സിയുടെ അടുത്ത് തന്നെ ഒരു ഫിനൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ, ഇതിൻ്റെ അടുത്ത് തന്നെ, അതായത് when a phenyl group is present, near to a double bond, when a phenyl group is present near to a double bond, when a phenyl group is present near to a double bondന്റെ അടുത്ത് ഒരു ഫിനൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഇറ്റ് ക്യാൻ റെഡ്യൂസ് ഡബിൾ ബോണ്ട്. അതിന് ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്? C6H5 CH2 CH2OH. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ്സ് ഓർത്തു വെക്കണം. സോഡിയം ഇൻ പ്രസൻസ് ഓഫ് എത്തനോൾ ആണെങ്കിലും ഇതേപോലെ തന്നെയാണ് റിയാക്ഷൻ തരിക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഗ്രൂപ്പ് മാത്രമേ അവിടെ റെഡ്യൂസ് ചെയ്യിപ്പിക്കുള്ളൂ. ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് പോലെ സോഡിയം ബോറോഹൈഡ്രൈഡ് പോലെയും ഈ ഒരു ഗ്രൂപ്പിനെ മാത്രമേ റെഡ്യൂസ് ചെയ്യിക്കുള്ളൂ. പിന്നെ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ആണെങ്കിൽ ഡബിൾ ബോണ്ടിനെ കൂടി റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് നമ്മുടെ കോമ്പൗണ്ടിൽ വേറെ ഏതെങ്കിലും ഡബിൾ ബോണ്ട് കൂടി ഉണ്ടെങ്കിൽ അതിനെ കൂടി റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ആണെങ്കിൽ നമുക്ക് പറ്റും. അപ്പം ഈ രീതിയിൽ. പിന്നെ അതുപോലെ ഒരു പോയിന്റും കൂടി ഓർത്ത് വെക്കേണ്ടത്, ഡബിൾ ബോണ്ടിന്റെ അടുത്ത് തന്നെ ഒരു ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ ഡബിൾ ബോണ്ടിനെയും റെഡ്യൂസ് ചെയ്യിക്കാൻ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡിനും സോഡിയം ബോറോഹൈഡ്രൈഡിനും പറ്റും എന്നുള്ളതാണ് നമ്മളൊരു പോയിന്റ് കൂടി ഓർത്ത് വെക്കേണ്ടത്. നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ ആൽക്കഹോൾസിന്റെ ചാപ്റ്ററിൽ നമ്മൾ പ്രിപ്പറേഷനിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ റെഡ്യൂസിങ് ഏജൻസിൽ നമ്മൾ എന്താണ്, വീക്കായിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസിന്റെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇൻ പ്രസൻസ് ഓഫ് വീക്ക് റെഡ്യൂസിങ് ഏജന്റ് ആൽഡിഹൈഡ്സും കീറ്റോൺസും കറസ്പോണ്ടിങ് ആൽക്കഹോൾസ് ആണ് ഫോം ചെയ്യുക. ഇനി ആ കോമ്പൗണ്ടിൽ തന്നെ നമ്മുടെ ഇൻ കേസ് ഓഫ് ചിലപ്പോൾ ഡബിൾ ബോണ്ട് പ്രസന്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഡബിൾ ബോണ്ട് പ്രസന്റ് ആണെങ്കിൽ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം, ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ഒക്കെ ആണെങ്കിൽ അവിടെ ഡബിൾ ബോണ്ടിനെ കൂടെ റെഡ്യൂസ് ചെയ്യിപ്പിക്കും. പക്ഷേ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡിനും സോഡിയം ബോറോഹൈഡ്രൈഡിനും ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഡബിൾ ബോണ്ടിന്റെ അടുത്തൊരു ഫിനൈൽ റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡും സോഡിയം ബോറോഹൈഡ്രൈഡും ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്യിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡബിൾ ബോണ്ടിനെയും റെഡ്യൂസ് ചെയ്യും, തൊട്ടടുത്ത് തന്നെ ഒരു ഫിനൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത റിയാക്ഷൻസ് നോക്കാം. അപ്പം നമ്മൾ വീക്ക് റെഡ്യൂസിങ് ഏജൻസ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ അല്ലെങ്കിൽ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോഹൈഡ്രൈഡ്, സോഡിയം ഇൻ പ്രസൻസ് ഓഫ് എത്തനോൾ പോലെയുള്ള റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിച്ചിട്ട് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ, ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആൽക്കഹോൾസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഓരോ കേസസും നമ്മൾ നോക്കി. ഇനി അടുത്തതാണ് ഈ ആൽഡിഹൈഡ്സും കീറ്റോൺസും. അതായത് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസ് ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള
സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl. സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. ആൽഡിഹൈഡ് ആണെങ്കിലും ശരി, കീറ്റോൺ ആണെങ്കിലും ശരി, ഇവിടെ ഹൈഡ്രജൻ ആണെങ്കിൽ ആൽഡിഹൈഡായി, കീറ്റോൺ ആണെങ്കിലും ശരി, എന്താ റിയാക്ഷൻ നടക്കുക? ഈ കാർബണിലത്തെ ഓക്സിജനെ മൊത്തം റിമൂവ് ചെയ്തിട്ട് അവിടേക്ക് എന്ത് വരും? അവിടെ ഹൈഡ്രജൻ വരും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിൻ ആണ് ഫോം ചെയ്യുക. കറസ്പോണ്ടിങ് ആൽക്കെയിൻ എന്ന് പറയാൻ പറ്റില്ല. കാർബൺ ആറ്റത്തിന്റെ എണ്ണം ഇവിടെ നോക്കൂ. കറസ്പോണ്ടിങ് ആൽക്കെയിൻസ് വിൽ ബി ഫോംഡ് ആസ് ദ പ്രോഡക്റ്റ്. എത്ര കാർബൺ ആറ്റം ആണോ റിയാക്ടന്റിനുള്ളത് അത്രയും കാർബൺ ആറ്റംസ് വരുന്ന പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് ഫോം ചെയ്യുക. കറസ്പോണ്ടിങ് ആൽക്കെയിൻസ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആണ് റിഡക്ഷൻ നടക്കുന്നത്. ഈ റിഡക്ഷൻ പറയുന്ന പേരെന്താ? ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. ഈ റിഡക്ഷൻ പറയുന്ന പേരാണ് ക്ലെമൻസൺസ് റിഡക്ഷൻ. ക്ലെമൻസൺസ് റിഡക്ഷൻ എന്നാണ് ഈ റിഡക്ഷന് പറയുന്ന പേര്. അപ്പോൾ ക്ലെമൻസൺസ് റിഡക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആണെങ്കിൽ നമുക്ക് മനസ്സിലായി കാർബണിയൽ ഗ്രൂപ്പ് എവിടെയാണോ അവിടുത്തെ ഓക്സിജൻ പോവും, അത്രയും 2 ഹൈഡ്രജൻ ആറ്റംസ് വരും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്? ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യണത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോഡക്റ്റ് എഴുതണം. എഗെയിൻ നമുക്ക് പ്രോഡക്റ്റ് എഴുതണം. ഇവിടെ അതേ സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആണ്. സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആണ്. നമുക്ക് പ്രോഡക്റ്റ് എഴുതണം. അപ്പോൾ 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A ആണോ B ആണോ എന്ന് ടിക്ക് ചെയ്യാണ് നമുക്ക് വേണ്ടത്. A ആണോ B ആണോ എന്ന് പറയണം. A ആണോ B ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ OH, ഇതൊരു പ്രോഡക്റ്റ്, ഇത് A. ഓക്കെ, അടുത്തൊരു പ്രോഡക്റ്റ് ദിസ് വൺ ഇസ് B. ഇതിൽ ഏതാണ് പ്രോഡക്റ്റ് ഫോം ചെയ്തത്? A ആണോ B ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ അറിയണം സിങ്ക് അമാൽഗം HClന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതെന്തായാലും റിയാക്ട് ചെയ്യും. C ഡബിൾ ബോണ്ടോ പോവും. അപ്പോൾ ആ C ഡബിൾ ബോണ്ടോ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതാണ് പ്രോഡക്റ്റ്. അത് നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ നോക്കിയത്. ഇവിടെ ഒരു ഡിഫറൻസ് എന്താ? ഇവിടെ ഒരു OH ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. OH എന്ന് പറയുന്നത് ബേസിക് ആണ്. ഇവിടെ അസിഡിക് മീഡിയത്തിന്റെ പ്രസൻസിൽ ഇതുകൂടി റിയാക്ട് ചെയ്തിട്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. അവിടെ എന്താണ്? ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോവും അല്ലേ? HCl ആസിഡും ബേസും കൂടെ വാട്ടർ എലിമിനേറ്റ് ചെയ്യും. പിന്നെ അവിടേക്ക് എന്താ ചെയ്യുക? ഈ Cl വന്നിട്ട് ഇവിടേക്ക് അറ്റാച്ച് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നിട്ട് Cl വന്നിട്ട് അറ്റാച്ച് ചെയ്യും. കോൺസെൻട്രേറ്റഡ് HCl ആണല്ലോ, അതിലത്തെ Cl ഇവിടേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രോഡക്റ്റ് ആണ്. B വിൽ ബി ഫോംഡ് ആസ് ദ പ്രോഡക്റ്റ്. A അല്ല നമ്മുടെ പ്രോഡക്റ്റ്, മറിച്ച് B ആണ് നമ്മുടെ പ്രോഡക്റ്റ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ Cl ആണ് വന്നത്, അതൊരിക്കലും സിങ്ക് അമാൽഗം HCl ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ക്ലോറിൻ വന്നതെന്ന് സംശയിക്കേണ്ട. ഇത് ബേസ് ആണ്. ഈ കോൺസെൻട്രേറ്റഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുന്നതാണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് റിയാക്ഷൻ നമുക്ക് നോക്കാം. അടുത്തത് വുൾഫ് കിഷ്ണർ റിഡക്ഷൻ. വുൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഹൈഡ്രസീൻ ഇൻ ബേസിക് മീഡിയം. ഹൈഡ്രസീൻ ഇൻ ബേസിക് മീഡിയം എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? KOH ആൻഡ് ഗ്ലിസറോൾ. ഇതിൻ്റെ പ്രസൻസിലാണ് നമ്മൾ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും R ഡബിൾ ബോണ്ട് O H ആണെങ്കിലും അല്ലെങ്കിൽ R ഡബിൾ ബോണ്ട് O RC ഡബിൾ ബോണ്ടോ H ആണെങ്കിലും RC ഡബിൾ ബോണ്ടോ R ആണെങ്കിലും എങ്ങനെയാ റിയാക്ഷൻ നടക്കുക? ഹൈഡ്രസീൻ ഇൻ പ്രസൻസ് ഓഫ് HCl ആണ്. അപ്പോൾ നമുക്കറിയാം NH2 ഹൈഡ്രസീൻ ആണ്. കാർബണിയൽ കോമ്പൗണ്ടുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ഹൈഡ്രോസോൺ വിൽ ബി ഫോംഡ് ആസ് ദ പ്രോഡക്റ്റ്. ഹൈഡ്രോസോൺ ആണ് ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് ആൽഡിഹൈഡ് എടുക്കാം. എങ്ങനെയാണ് ഫോം ചെയ്യുക പ്രോഡക്റ്റ്? RC ഡബിൾ ബോണ്ട് NH2 ഹൈഡ്രോസോണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. അടുത്തത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണത്? ഇതിൻ്റെ ഫെർദർ ആയിട്ട് റിയാക്ഷൻ നടന്നിട്ട് RCHHR എന്നുള്ള ഹൈഡ്രജൻ ഈ രീതിയിലാണ്
പ്രോഡക്റ്റ് ഫോം ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറസ്പോണ്ടിങ് ആൽക്കെയിൻ ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക വുൾഫ് കിഷ്ണർ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ അറിയേണ്ടത്, നമ്മൾ ഇതേപോലെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്തു നോക്കാം. നേരത്തെ ചെയ്ത പോലെ സെയിം എക്സാമ്പിൾ നമുക്ക് എടുത്തു നോക്കാം. ഇവിടെ വുൾഫ് കിഷ്ണർ റിഡക്ഷൻ അല്ലേ, NH2 ഹൈഡ്രസീൻ in presence of base KOH and glycerol ആണ് നമ്മൾ റിയാക്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ പ്രസൻസിൽ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ടോ ബ്രേക്ക് ചെയ്യും, അവിടെ ഹൈഡ്രജൻ വരും, ഓക്സിജൻ പോവും, 2 ഹൈഡ്രജൻ ആറ്റംസ് വരും. അങ്ങനെയല്ലേ റിയാക്ഷൻ? അതായത് ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക. എഗെയിൻ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് നമ്മളോട് ചോദിച്ചു. ഇവിടെ അതേ സെയിം ആയിട്ടുള്ള റിയേജൻ്റ് തന്നെയാണ്. ഹൈഡ്രസീൻ എന്താണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, ബേസ് പ്ലസ് ഗ്ലിസറോൾ ആണ്. ഇനി ഇവിടെ പ്രോഡക്റ്റ് എന്താണ് ഫോം ചെയ്യണത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേതാണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടുത്തെ ഇങ്ങനെയൊരു സ്റ്റേജിൽ നിന്ന് സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആക്ട് ചെയ്തപ്പോൾ, അതായത് അവിടെ ആസിഡ് മീഡിയത്തിന്റെ പ്രസൻസിൽ സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl, ആസിഡ് കോൺസെൻട്രേറ്റഡ് HCl ഉള്ളതുകൊണ്ടാണ് ഈ ബേസും HCl കൂടെ റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്തത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, KOH എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. എഗെയിൻ ഇവിടെ OH ഉണ്ട്, KOH എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. അത് ഈ OH ആയിട്ട് റിയാക്ട് ചെയ്യില്ല, ബേസ് തമ്മിൽ റിയാക്ട് ചെയ്യോ? ഇല്ല, ഇത് രണ്ടും തമ്മിൽ റിയാക്ഷൻ നടക്കണില്ല. അതുകൊണ്ട് ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു റിയാക്ഷൻ ഇവിടെ നടക്കുന്നില്ല. നടക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? നേരത്തെ കേസിൽ, ക്ലെമൻസൺ റിഡക്ഷന്റെ കേസിൽ നമ്മൾ ആ റിഡക്ഷൻ നടത്തിയത് ആസിഡിക് മീഡിയത്തിലായിരുന്നു. ആ ആസിഡ് ഈ ബേസിക് ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഈ രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് നേരത്തെ ഫോം ചെയ്തത് ക്ലെമൻസൺ റിഡക്ഷനിൽ. ഇവിടെ വുൾഫ് കിഷ്ണർ റിഡക്ഷൻ നടക്കുന്നത് ബേസിക് മീഡിയത്തിലാണ്, KOHന്റെ പ്രസൻസിലാണ് വുൾഫ് കിഷ്ണർ റിഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ഫർദർ ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഇതിലുള്ള OH വീണ്ടും ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. സോ ഇവിടെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ആൽഡിഹൈഡും കീറ്റോണും. ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ രണ്ടും ആയിക്കോട്ടെ, ആൽഡിഹൈഡ് ആയിക്കോട്ടെ കീറ്റോൺ ആയിക്കോട്ടെ, എന്തുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിലും ഹൈഡ്രജൻ അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്, ഹൈഡ്രജൻ അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഹൈഡ്രജൻ അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് പോയിട്ട് അവിടേക്ക് 2 ഹൈഡ്രജൻ ആറ്റംസ് വരെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. എപ്പോഴും ഈ ഒരു രീതിയിലാണ് റിഡക്ഷൻ തരിക. ഓക്കെ.